Today, we have Chess Lizzie who have recently attended Special National Integration Camp. SNIC is renowned for spreading unity and togetherness among cadets of different backgrounds. So, starting from the very beginning, Chessel, your journey to Srinagar, how was it? അതായത് 21 കേരള ബറ്റാലിയനിലെ NCC ആർമിയും റെപ്രസെന്റ് ചെയ്ത് പോയ ഒരു കേഡറ്റ് ചെസ് ലിസയാണ്. സോ ഹൗ വാസ് ദ ജേർണി? ആദ്യമേ തന്നെ എൻ്റെ കോളേജിനും അതുപോലെ തന്നെ 21 കേരള ബറ്റാലിയനിലെ സിഒയ്ക്കാണ് നന്ദി പറയുന്നത്. ഇവർ രണ്ടുപേരും ഉള്ള സപ്പോർട്ടില്ലായിരുന്നെങ്കിൽ എനിക്ക് SNIC അതായത് സ്പെഷ്യൽ നാഷണൽ ഇൻറ്റഗ്രേഷൻ എന്ന് പറഞ്ഞ ക്യാമ്പിന് എനിക്ക് സെലക്റ്റായി പോകാൻ പറ്റില്ലായിരുന്നു. എൻ്റെ കോളേജിൻ്റെ വക നല്ലൊരു സപ്പോർട്ട് ഉണ്ടായിരുന്നു ഈ കാര്യത്തിന് പോകുമ്പോഴും. അതുപോലെ തന്നെ എൻ്റെ ചെറുപ്പത്തിൽ തൊട്ടുള്ള ഒരു ആഗ്രഹമായിരുന്നു ജമ്മു കാശ്മീർ വിസിറ്റ് ചെയ്യണമെന്നും അതുപോലെ തന്നെ അവിടുത്തെ ആൾക്കാരെയൊക്കെ പരിചയപ്പെടണമെന്നും. ഈ ക്യാമ്പിനെ കുറിച്ച് പറയുവാണെങ്കിൽ 14-ാം തീയതി രാത്രിയാണ് ഞാൻ ഇവിടുന്ന് യാത്ര തിരിച്ചത്. ഇവിടുന്ന് കേരളത്തിൽ നിന്ന് തന്നെ 14 കാഡറ്റ്സ് ഉണ്ടായിരുന്നു എൻ്റെ കൂടെ തന്നെ. അപ്പം ഞങ്ങൾ അവിടെ എത്തിയത് 17-ാം തീയതിയാണ്. 17-ാം തീയതി രാവിലെ അവിടെ എത്തിയിട്ട് ഞങ്ങൾ ജമ്മു തവിയിലാണ് എത്തിയത്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് നേരെ നഗറോട്ട എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോയി. അവിടെ ഒരു 2 ദിവസം താമസിച്ചിട്ട് അതായത് ജമ്മുവിൽ തന്നെ 2 ദിവസം താമസിച്ചിട്ടാണ് ഞങ്ങൾ ശ്രീനഗറിലേക്ക് പോയത്. ഞങ്ങളുടെ ക്യാമ്പ് തുടങ്ങിയത് 19-ാം തീയതിയാണ്. അന്ന് തൊട്ട് 19-ാം തീയതി തൊട്ട് 30-ാം തീയതി വരെയായിരുന്നു ഞങ്ങളുടെ ക്യാമ്പ്. സോ കാശ്മീർ പാരഡൈസ് ഓൺ എർത്ത് എന്നാണ് അറിയപ്പെടുന്നത്. അവിടുത്തെ ബ്യൂട്ടി പറഞ്ഞറിയിക്കേണ്ട കാര്യമില്ലല്ലോ. സോ ഹൗ വാസ് ഇറ്റ്? എങ്ങനെയുണ്ടായിരുന്നു അവിടുത്തെ ആക്ടിവിറ്റീസ്? കുറെ ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നു എന്ന് കേട്ടു. ആക്ടിവിറ്റീസ്, പിന്നെ അവിടുത്തെ ഭംഗി, അവിടുത്തെ ആൾക്കാർ, കൾച്ചർ. എനിക്ക് ഏറ്റവും കൂടുതൽ അവിടെ ഇഷ്ടമായെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ജമ്മുവിൽ ആദ്യമായിരുന്നപ്പോൾ ഞങ്ങൾ ഭയങ്കര ചൂടായിരുന്നു. അപ്പം അത് കഴിഞ്ഞ് ശ്രീനഗറിലേക്ക് പോയപ്പോഴാണ് നല്ല തണുപ്പായത്. അവിടെ നല്ല രസമായിരുന്നു. ഞങ്ങൾ പട്ടാളക്കാരുടെ ക്യാമ്പിൽ ആദ്യം എത്തി. 19-ാം തീയതി എത്തി. ഞങ്ങൾക്ക് ഒഫീഷ്യലായിട്ട് ഇനോഗ്രേഷനും പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ 30-ാം തീയതി വരെ ഓരോ കൾച്ചറും പരിപാടികളും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഈ 19-ാം തീയതി തൊട്ട് 30-ാം തീയതി വരെയുള്ള സമയത്തിൽ ഒരു 2 ദിവസം ഞങ്ങൾക്ക് കറങ്ങാൻ ദിവസങ്ങൾ തന്നു. ഞങ്ങളത് ഗുൽമർഗ്, ഡാൽ ലേക്ക്, മുഗൾ ഗാർഡൻ, അങ്ങനെ കുറേ സ്ഥലങ്ങൾ ഞങ്ങളെ കാണാനൊക്കെ കൊണ്ടുപോയി. കാണാൻ ഒത്തിരിയേറെ ഉണ്ട്. നമ്മുടെ ക്യാമറയിൽ അത് ഷൂട്ട് ചെയ്താൽ പോലും നമുക്ക് അതിൻ്റെ ഒരു ബ്യൂട്ടി നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു രസമാണ്. അവിടെ കാണാൻ ഒത്തിരിയേറെ കാര്യങ്ങൾ നമുക്കുണ്ട്. അതുപോലെ തന്നെ അവിടുത്തെ ബ്യൂട്ടി നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്ത വിധത്തിലുള്ള ബ്യൂട്ടിയാണ് അവിടെയുള്ള എല്ലാം. ലാസ്റ്റ് SHL നിന്ന് SNIC പോയ ഇയർ 2017 ആണ്. സോ അത് കഴിഞ്ഞ് പിന്നെ ഇത്രയും കൊല്ലങ്ങൾക്ക് ശേഷം 2024-ലാണ് ചെസ്സിക്ക് സെലക്ഷൻ കിട്ടുന്നത്. സോ ഹൗ ഡു യു തിങ്ക്? അതിന്റെ വല്ല പ്രഷറോ അങ്ങനെ എന്തെങ്കിലും? ഇങ്ങനെ പെർഫോം ചെയ്യണം, കൾച്ചറൽ എക്സ്ചേഞ്ചിന്റെ ക്യാമ്പാണ്, സോ ഇങ്ങനെ പെർഫോം ചെയ്യണം, ഇങ്ങനെ ആയിരിക്കണം, ഒട്ടും പരിചയമില്ലാത്ത സ്ഥലമാണ്, അങ്ങനെ എന്തെങ്കിലും പ്രഷറോ എന്തെങ്കിലും? ആദ്യം ഞങ്ങൾ ഈ ക്യാമ്പിന് പോകണ മുമ്പ് ഞങ്ങൾക്കൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു, ഗൂഗിൾ മീറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ സാറ് ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട് ഓരോ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് തന്നു. അവിടെ ഇങ്ങനെ ചെയ്യണം, അങ്ങനെ ചെയ്യണം, ഫോൺസ് യൂസ് ചെയ്യാൻ പറ്റില്ല. ഫോൺസ് ഞങ്ങൾ ആദ്യം ക്യാമ്പിൽ ചെന്ന ദിവസം തന്നെ ഞങ്ങളുടെ കയ്യിൽ നിന്ന് ഫോൺസ് മേടിച്ചു വെച്ചു. അത് കഴിഞ്ഞിട്ട് 2-3 ദിവസം കഴിഞ്ഞാണ് ഞങ്ങളുടെ കയ്യിൽ ഫോൺ അത് തിരിച്ചു കിട്ടിയത്. അതോടൊപ്പം തന്നെ ഞങ്ങൾ ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾ പ്ലാൻ ചെയ്തു ഞങ്ങൾ എന്തൊക്കെയാണ് ചെയ്യേണ്ട കാര്യങ്ങൾ. ഗ്രൂപ്പ് സോങ്, സോളോ ഡാൻസ്, ഗ്രൂപ്പ് ഡാൻസ്, അതോടൊപ്പം തന്നെ ഇങ്ങനെ NIAP എന്ന് പറഞ്ഞൊരു സംഭവത്ത് നാഷണൽ ഇൻറ്റഗ്രേഷൻ അവയർനെസ് പ്രോഗ്രാം എന്നാണ് അതിൻ്റെ അർത്ഥം. അത് നമ്മുടെ സ്റ്റേറ്റിനെ കുറിച്ച് നമ്മൾ അവിടെ പ്രസൻറ്റേഷൻ ചെയ്യുന്നതാണ്. നമ്മുടെ ഫുഡ്, കൾച്ചർ, ട്രഡീഷൻ, അതുപോലെ നമ്മുടെ ഫേമസ് ആയിട്ടുള്ള ഡാൻസസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. അതൊക്കെ നമ്മുടെ ട്രഡീഷനെ കുറിച്ച് അവിടെ പറയുമ്പോൾ എല്ലാവരും നല്ല ആകാംക്ഷയോടെ കേട്ടിരുന്നു. അതോടൊപ്പം തന്നെ കളരിപ്പയറ്റിൻ്റെ ആക്ഷനൊക്കെ കാണിച്ചപ്പോൾ എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അങ്ങനെയൊക്കെ ആ കാര്യങ്ങൾ നടന്നു. സോ ചെസ്സിലിന്റെ കുറെ പോസ്റ്റ് ഒക്കെ ഞാൻ കണ്ടായിരുന്നു. അവിടുത്തെ നിങ്ങൾ ഒരുമിച്ച് പോയ ആളുകളല്ലാതെ അവിടുത്തെ കുറെ നേറ്റീവ്സ് ആയിട്ടുള്ള ഫോട്ടോസ്, അവിടുത്തെ സീനറീസ് ആൻഡ് ഓൾ. സോ അവിടുത്തെ ആളുകളെ പറ്റി എന്താണ് പറയാനുള്ളത്? എങ്ങനെയായിരുന്നു? അവിടെ പോയപ്പോൾ തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട എന്നാന്ന് പറഞ്ഞാൽ അവിടുത്തെ ആൾക്കാർ നമ്മുടെ അടുത്ത് ഭയങ്കര കൈൻഡായിരുന്നു. നമ്മുടെ അടുത്ത് വന്ന് അവർ സംസാരിച്ച് നമ്മുടെ കാര്യങ്ങൾ അറിയുകയും അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ ഞങ്ങളോട് ചോദിച്ചാൽ മതി എന്നുള്ള രീതിയിൽ നല്ലൊരു സ്നേഹത്തോടെയാണ് അവർ പെരുമാറിയത്. നമുക്ക് ഭയങ്കര ഒരു ഇൻസ്പിറേഷനായി തോന്നി.
അതോടൊപ്പം തന്നെ എൻ്റെ കൂടെ തന്നെ 14 ഗൈഡൻസ് ഉണ്ടായിരുന്നത് അവരെപ്പോഴും ഞങ്ങളെപ്പോഴും ഒരുമിച്ചായിരുന്നു നിന്നിരുന്നത്. ഞങ്ങള് ഒറ്റ ഡോർമെറ്ററി പോലത്തെ ഒരു സ്ഥലത്തായിരുന്നു. അപ്പം അവരും എന്നെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തു. അതോടൊപ്പം തന്നെ ജമ്മു ആൻഡ് കാശ്മീരിലെ ആൾക്കാർ അവരുടെ ഫുഡ് സ്റ്റൈല്, അതുപോലെ തന്നെ അവരുടെ കൾച്ചർ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കൂടുതലായിട്ട് പരിചയപ്പെടുത്തി തന്നു. സ്പെഷ്യലായിട്ട് എനിക്ക് അവരുടെ ഇഷ്ടപ്പെട്ടത് അവിടുത്തെ കബാബ് കാര്യങ്ങളൊക്കെയാണ്. അതൊക്കെ വളരെ നല്ല ടേസ്റ്റി ആയിട്ടൊക്കെ തോന്നി. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ നല്ലതായിരുന്നു. ചെസ്സിൽ വന്നതിന് മുമ്പ് ഞാൻ ഒരു തവണ വിളിച്ചായിരുന്നു ജസീനെ, 1 അല്ല 2 തന്നെ വിളിച്ചായിരുന്നു. അപ്പോൾ ഞാൻ ഇനി ഇങ്ങോട്ട് തിരിച്ചു വരുന്നില്ല എന്ന് വരെ ചെസ്സിൽ പറഞ്ഞായിരുന്നു. സോ ഇനി ഇങ്ങനെ ഒരു ചാൻസ് കിട്ടിയാൽ, ഇനി SNIC അല്ലെങ്കിൽ അങ്ങനത്തെ ഏതെങ്കിലും ഇന്ത്യയിൽ തന്നെയോ അല്ലെങ്കിൽ പുറത്തോ പോകാനുള്ള ഇത് കിട്ടിയാൽ പോകും? ഇനി അങ്ങനത്തെ ഒരു ചാൻസ് കിട്ടിയാൽ ഉറപ്പായിട്ടും ഞാൻ പോകും. കാരണം ഈ ക്യാമ്പ് എന്നെ വളരെ അധികം ഇൻഫ്ലുവൻസ് ചെയ്തു. കാരണം എന്നാന്ന് പറഞ്ഞാൽ ഈ ക്യാമ്പിന്റെ മെയിൻ ഇന്റൻഷൻ എന്ന് പറഞ്ഞാൽ സ്പെഷ്യൽ നാഷണൽ ഇന്റഗ്രേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് ഈ ക്യാമ്പിൽ 16 സ്റ്റേറ്റ്സിൽ നിന്നുള്ള ആൾക്കാരുണ്ട്. അപ്പം അവരായിട്ട് കൂടുതലായിട്ട് ഇൻവോൾവ് ചെയ്യാൻ പറ്റി. അതുപോലെ തന്നെ അവരെ പരിചയപ്പെടാനും, ഇപ്പം ബീഹാർ, മധ്യപ്രദേശ്, അതുപോലെ തന്നെ ആന്ധ്രാപ്രദേശ്, ഗുജറാത്ത്, രാജസ്ഥാൻ, നാഗാലാൻഡ്, മിസോറാം, അപ്പോൾ അവിടെ നിന്നൊക്കെ കുറേ ആൾക്കാരെയൊക്കെ നമുക്ക് പരിചയപ്പെടാൻ സാധിച്ചു. അതോടൊപ്പം തന്നെ അവരായിട്ട് കൂട്ടുകൂടാനും, അവരുടെ കൾച്ചർ എന്താണെന്നും അവിടുത്തെ ഭാഷ എന്താണെന്നും, ചില ഭാഷകളൊക്കെ അങ്ങനെ അവർ പഠിപ്പിച്ചു തരികയും, അങ്ങനെയൊക്കെ ഒത്തിരിയേറെ കാര്യങ്ങളൊക്കെ നല്ല മെമ്മറീസ് ആയിട്ട് ഇപ്പോഴും ഉള്ളിലുണ്ട്. കാശ്മീർ ശരിക്കും എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഒരു വലിയൊരു കാര്യമായിട്ട് ഞാനിപ്പോഴും ഉള്ളിൽ കൊണ്ട് നടക്കുകയാണ്. കാരണം അവിടെ പോയി പരിചയപ്പെട്ട ആൾക്കാരെ ഒന്നും മറക്കാൻ പറ്റില്ല. കാരണം അവരൊക്കെ ഇപ്പോഴും മെസ്സേജ് അയക്കാറുണ്ട്, അതുപോലെ തന്നെ ചിലവർ വിളിക്കാറുമുണ്ട്. സ്പെഷ്യലായിട്ട് നമ്മൾ നമ്മുടെ ഒരു കേരളത്തിന്റെ രീതിയിൽ അവിടെ പ്രസന്റ് ചെയ്തതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഡാൻസ് അവർക്ക് ഏറ്റവും കൂടുതലായിട്ട് ഇഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ മറ്റ് സ്റ്റേറ്റ്സിലുള്ള ആൾക്കാരൊക്കെ അവരുടെ ഫോൺ എടുത്തുകൊണ്ട് വന്ന് യൂട്യൂബിൽ ആ പാട്ട് എന്നെ കൊണ്ട് ടൈപ്പ് ചെയ്യിപ്പിക്കുകയും, അതുപോലെ നമ്മുടെ റൂമിൽ അത് ഇട്ട് ഡാൻസ് കളിക്കാനും, അങ്ങനത്തെ ഉള്ള നല്ല നല്ല മെമ്മറീസ് ഇപ്പോഴും മനസ്സിൽ സൂക്ഷിക്കാൻ പറ്റുന്നു. ആസ് എൻ SHNC ആവുകയും കേട്ടിട്ട് ഒരു പേഴ്സണൽ ഗെയിൻ എന്തായിരുന്നു എന്ന് പറയാൻ പറ്റും? ഈ ക്യാമ്പിൽ കുറെ പേഴ്സണൽ പ്രൊഫഷണൽ ഗെയിൻസ് ഉണ്ടായിട്ടുണ്ടാവും. സോ പേഴ്സണൽ ഗെയിൻസ് എന്തൊക്കെയാണ് ഈ ക്യാമ്പിൽ നിന്ന് കിട്ടിയത്? പേഴ്സണൽ ഗെയിൻ എന്നാന്ന് പറഞ്ഞാൽ കൂടുതലായിട്ട് നമ്മളെ തന്നെ ഡിസിപ്ലിൻഡ് ആക്കാൻ പറ്റും. നമ്മൾക്ക് ഇത്ര സമയത്ത് എഴുന്നേൽക്കണം, അതുപോലെ തന്നെ ഇന്നത്തെ സമയത്ത് ഈ കാര്യങ്ങൾ ചെയ്യണം. അത് ഓരോ ടൈം ടേബിൾ അനുസരിച്ച് അതനുസരിച്ച് നമ്മൾ അവിടെ നീങ്ങിക്കൊണ്ടിരുന്നത്. അപ്പോൾ നമ്മളെ തന്നെ പേഴ്സണൽ ഡിസിപ്ലിൻ ആക്കാൻ പറ്റും. അതോടൊപ്പം തന്നെ കൂടുതലായിട്ട് മറ്റുള്ള കൾച്ചറിൻ്റെ കാര്യങ്ങൾ, ഈ NIAP പ്രസൻറ്റേഷൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, ആ കാര്യങ്ങളിലൂടെ മറ്റ് സ്റ്റേറ്റ്സിലെ കൾച്ചറും കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് അറിയാൻ സാധിച്ചു. അതോടൊപ്പം തന്നെ എന്താ പറയുക, ഓരോ ആൾക്കാരുടെ ജീവിതം, അതുപോലെ തന്നെ ഈ അവരുടെ കോസ്റ്റ്യൂം, അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് അറിയാനൊക്കെ സാധിച്ചു. അവര് വിസിറ്റ് ചെയ്യാൻ വേണ്ടി എന്നെ വിളിക്കുകയും ചെയ്തു, ഇൻവൈറ്റ് ചെയ്തു അവരുടെ സ്റ്റേറ്റ്സിലേക്ക്. അതോടൊപ്പം തന്നെ കൂടുതൽ ഫ്രണ്ട്സിനെ കിട്ടി, നല്ല ഫ്രണ്ട്സിനെ കിട്ടി. അതാണ് ഏറ്റവും കൂടുതലായിട്ട് പറയാനുള്ളത്. കാരണം എൻ്റെ കേരള ബറ്റാലിയനിൽ എൻ്റെ കൂടെ വന്ന എല്ലാ ആൾക്കാരെക്കാളും കൂടുതലായിട്ട് ഞാൻ ഇൻവോൾവ് ചെയ്തത് മറ്റ് സ്റ്റേറ്റ്സിൽ നിന്നുള്ള ആൾക്കാരുടെ കൂടെയാണ്. അപ്പം അതൊക്കെ ഒരു വളരെ നല്ലൊരു മെമ്മറി ആയിട്ട് ഇപ്പോഴും മനസ്സിലുണ്ട്. 3 വിങ്ങുമുള്ള ഏകദേശം വിരലിലെണ്ണാൻ പറ്റുന്ന അത്രയും കോളേജസേ ഉള്ളൂ ഇവിടെ എറണാകുളത്ത് തന്നെ. അതിലൊന്നാണ് SH കോളേജ്. സോ അവരെ സപ്പോർട്ട് നമ്മുടെ ഏത് വിങ്ങിനായാലും, ആർമി, നേവി, എയർ, ഏത് വിങ്ങിനായാലും അവരിലേക്കുള്ള കോളേജിന്റെ സപ്പോർട്ട് എങ്ങനെയാണെന്ന്? ഞാൻ ഈ ക്യാമ്പിന് ആദ്യം പോകുന്നതിന് മുമ്പ് തന്നെ ഞാൻ ജോസഫ് കുസുമാലയസിനെ കണ്ടു, പെർമിഷൻ മേടിച്ചു. അതുപോലെ തന്നെ പ്രിൻസിപ്പളുടെ നിന്നും പെർമിഷൻ മേടിച്ചു. എനിക്ക് എല്ലാ കാര്യങ്ങളും റെഡിയാക്കി തന്നത് ഇവരാണ്. അതുപോലെ തന്നെ എന്നെ ക്യാമ്പിലേക്കൊക്കെ വളരെ കൂടുതലായിട്ട് എൻ്റെ കോ-കാഡറ്റ്സും, അതുപോലെ തന്നെ എൻ്റെ NCC ആർമി വിങ്ങിലുള്ള സീനിയേഴ്സും എല്ലാവരും ഈ ക്യാമ്പിനെ കുറിച്ച് എങ്ങനെയായിരിക്കും, അതുപോലെ തന്നെ എന്തൊക്കെയായിരിക്കും കാര്യങ്ങൾ ചെയ്യേണ്ടത്, അതെല്ലാം കൂടുതലായിട്ട് പറഞ്ഞു തരികയും എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ചെയ്യുകയും ചെയ്തു. അതോടൊപ്പം തന്നെ നമ്മുടെ കോളേജ് NCC ആർമി വിങ് മാത്രമല്ല, 3 വിങ്ങിനെയും കൂടുതലായിട്ട് നന്നായിട്ട് വളരാൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇൻഡിവിജ്വലിന്റെ, എസ്പെഷ്യലി യൂത്തിന്റെ ലൈഫിൽ വളരെയധികം സ്വാധീനം ചെലുത്താൻ പറ്റുന്ന ഒന്നാണ് NCC.
സോ ഇപ്പൊ പുതിയതായി വന്ന കുട്ടികളോട് എന്താണ് പറയാനുള്ളത്? ബീറ്റ് ആർമി, നേവി, എയർവിംഗ് ഏതായാലും NCC ഒരാളുടെ ജീവിതത്തിൽ എന്തൊക്കെ വ്യത്യാസം കൊണ്ടുവരാൻ പറ്റും? NCC ഒത്തിരിയേറെ കാര്യങ്ങളിൽ വ്യത്യാസം ഒരു NCC കാഡറ്റ് എന്നുള്ള രീതിയിൽ വരുത്താൻ പറ്റും. കാരണം ഒരു NCCയുടെ ജീവിതത്തിൽ ഒത്തിരിയേറെ കാര്യങ്ങൾ ആ സർട്ടിഫിക്കറ്റിലൂടെ മാറ്റം വരുത്താൻ പറ്റും. കാരണം ആർമി എന്നോ നേവി എന്നോ എയർ എന്നോ അങ്ങനെയൊന്നും വേർതിരിവില്ലാണ്ട് NCC സർട്ടിഫിക്കറ്റ് നമ്മൾ പാസ് ഔട്ടായി കഴിയുമ്പോൾ ഭയങ്കര ഉപകാരപ്പെട്ട ഒരു കാര്യമാണ്. കാരണം ഞങ്ങൾക്ക് അവിടെ ഒരു ദിവസം ഒരു 2 hours ക്ലാസ് NCC സർട്ടിഫിക്കറ്റിന്റെ ബെനിഫിറ്റിനെ കുറിച്ചായിരുന്നു. അത് ആ സാറ് പറഞ്ഞതെന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ആ സാറിന്റെ ക്ലാസ്. കാരണം NCC ഫീൽഡിൽ ഇപ്പം നമ്മൾ NCC കഴിഞ്ഞിട്ട് നമ്മൾ സർട്ടിഫിക്കറ്റും കൊണ്ട് ആർമി ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് ജോയിൻ ചെയ്യുവാണെങ്കിൽ ഒത്തിരിയേറെ വാതിലുകൾ നമുക്ക് ഓപ്പൺ ആണ്. കാരണം ഇപ്പോൾ ഹോട്ടൽ മാനേജ്മെന്റ് കാര്യങ്ങളായാലും NCC ഈ ആർമിയിൽ യൂസ്ഫുൾ ഉണ്ട്. അതോടൊപ്പം തന്നെ ഈ ഡോക്ടേഴ്സിന്റെ ഫീൽഡ്, എഞ്ചിനീയറിംഗ് ഫീൽഡ്, അതോടൊപ്പം തന്നെ അങ്ങനെ കുറെ എഞ്ചിനീയേഴ്സിന്റെയും എല്ലാ കാര്യങ്ങളിലും ഈ ആർമിയിൽ ഉണ്ട്. അതുകൊണ്ട് NCC സർട്ടിഫിക്കറ്റ് വളരെ ഉപകാരപ്പെട്ട ഒരു കാര്യമാണ്. ഇപ്പൊ നമുക്ക് ഏതൊരു ഫീൽഡിലേക്ക് പോവുകയാണെങ്കിൽ പോലും NCC സർട്ടിഫിക്കറ്റ് ഇസ് വാല്യൂഡ് വെരി മച്ച്. ചെസ്സി ഒരു ജേർണലിസം സ്റ്റുഡന്റ് ആണ്. സോ ഈ ക്യാമ്പിൽ ആസ് എ ജേർണലിസം സ്റ്റുഡന്റ് ഈ ക്യാമ്പ് എങ്ങനെയുണ്ടായിരുന്നു? ആസ് എ ജേർണലിസ്റ്റിക് പെർസ്പെക്റ്റീവില് ഞാൻ ജേർണലിസം പഠിക്കുന്നുണ്ടും എനിക്ക് ഭയങ്കര ഉപകാരപ്പെട്ടൊരു ക്യാമ്പായിരുന്നു. കാരണം ഇപ്പം ഞങ്ങൾക്ക് അവിടെ ഈ ക്യാമ്പിന്റെ ദിവസങ്ങളിലെല്ലാം മീഡിയ ഞങ്ങളെ കവറപ്പ് ചെയ്യാൻ വേണ്ടി വന്നു. അപ്പം ഓരോ ഷോർട്ട് വീഡിയോസ് ഒക്കെ അവരുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യാൻ വേണ്ടി പറ്റി. അതോടൊപ്പം തന്നെ നമ്മുടെ കേരളത്തിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാനും അങ്ങനെയൊക്കെ ഓരോരോ അവസരങ്ങൾ കിട്ടുകയും ചെയ്തു. അപ്പോൾ ഒരു ജേർണലിസ്റ്റിക് സ്റ്റുഡൻ്റ് ആയിട്ടുള്ള ഒരു ബെനിഫിറ്റ് എനിക്ക് അവിടെ അത് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റി. അത് എനിക്കൊരു വലിയ കാര്യമായിട്ട് തോന്നി. അതോടൊപ്പം തന്നെ ഒത്തിരിയേറെ ആൾക്കാരെ പരിചയപ്പെടുകയും അതോടൊപ്പം തന്നെ അവരുടെ കൂടെ ഫോട്ടോ എടുക്കുകയും പ്രത്യേകമായി ഗവർണറെ ഒക്കെ കാണാൻ പറ്റി. ജമ്മു ഓഫ് കാശ്മീരിലെ അവരുടെ കൂടെയൊക്കെ നിന്ന് ഫോട്ടോ എടുക്കുകയും അതുപോലെ തന്നെ അതിനെക്കുറിച്ച് ഒരു ചെറിയ ബൈറ്റായിട്ട് ഒരു ചെറിയ ഷോർട്ട് വീഡിയോ ആയിട്ട് അവിടെ കാശ്മീരി ന്യൂസിലെ ആൾക്കാരൊക്കെ വന്ന് എടുത്തുകൊണ്ട് പോകുമ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് പ്രസന്റ് ചെയ്യാനൊക്കെ കൃത്യമായിട്ട് പറ്റി. അതൊക്കെ വലിയൊരു ബെനിഫിറ്റായി തന്നെ തോന്നി. സോ ചെസ്സിലൊരു വൈദിക വിദ്യാർത്ഥിയും കൂടിയാണ്. സോ ആ ഒരു പെർസ്പെക്റ്റീവില് ചെസ്സിലിന് എന്താണ് പറയുന്നത്? ആ ഒരു പെർസ്പെക്റ്റീവില് ഈ ജമ്മു ഓഫ് കാശ്മീർ വിസിറ്റ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം അവിടെ പോയപ്പം ഇപ്പോൾ നമ്മുടെ റിലീജിയനെ കുറിച്ച് മാത്രമല്ല മറ്റുള്ള റിലീജിയനെ കുറിച്ചൊക്കെ നമുക്ക് പഠിക്കാൻ പറ്റി. അവര് നമ്മളെ മന്ദിറിലേക്ക് കൊണ്ടുപോയി എന്ന് പറഞ്ഞാൽ അവിടെ അവര് ക്രിസ്ത്യാനിറ്റി, സിഖിസം എല്ലാം ഒരുപോലെ റെസ്പെക്ട് ചെയ്യുന്നത് പോലെയാണ് ആർമി ബേസിൽ അവരത് പ്രസന്റ് ചെയ്ത് കാണിച്ചത്. അതൊക്കെ കണ്ടപ്പോൾ വളരെ ഇഷ്ടപ്പെടുകയും ഒക്കെ കുറെ ഇഷ്ടങ്ങളൊക്കെ ഉണ്ടായി. അതോടൊപ്പം തന്നെ വേറെ കാര്യം എന്താന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഭക്ഷണം കഴിക്കാൻ വരുമ്പോഴും ഓരോ ആൾക്കാര് ഇങ്ങനെ അവരുടെ പ്ലേറ്റ് വന്ന് എടുത്തിട്ട് ഇരിക്കുമ്പോൾ അവർ പ്രാർത്ഥിച്ചിട്ട് ഭക്ഷണം കഴിക്കുമ്പോഴൊക്കെ എന്നെ ഭയങ്കര അത്ഭുതപ്പെടുത്തിയൊരു കാര്യങ്ങളാണ്. അതോടൊപ്പം തന്നെ ചിലവർ ഉറങ്ങാൻ പോകുന്ന മുമ്പേ പോലും പ്രാർത്ഥിച്ചിട്ട് കിടക്കുന്ന പിള്ളേരുണ്ട്. അതൊക്കെ കാണുമ്പോൾ ഭയങ്കര ഒരു ഇൻസ്പിറേഷനൊക്കെ ആയിട്ട് തോന്നി. സോ ഇത് ചെസ്സിലിന്റെ ക്യാമ്പിന്റെ വിശേഷങ്ങളും NCC ലൈഫും NCCയിൽ ഇനി കിട്ടാൻ പോകുന്ന ഓപ്പർച്യൂണിറ്റീസിനെ ഒക്കെ പറ്റിയായിരുന്നു ചെസ്സിൽ പറഞ്ഞത്. സോ ഇത് ഇനി വരാൻ പോകുന്ന കുട്ടികൾക്ക് ഒരു പ്രചോദനമായിരിക്കട്ടെ, ഒരു ഇൻസ്പിറേഷൻ ആയിരിക്കട്ടെ. ആൻഡ് ഇനി ഭാവി ജീവിതത്തിൽ ചെസ്സിലിന് വളരെയധികം ആശംസകൾ നേർന്നുകൊള്ളുന്നു. താങ്ക് യു.